സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പ്രജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രജിത്ത്, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. വല്ലാത്ത ഏതാണ്ട് 400 അടി താഴ്ചയിലേക്ക് 9-ാം വളവിലേക്ക് വീണ് ഒരു വാഹനമാണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമായി പോയ വാഹനം, കൂടിക്കിടക്കുന്ന മൃതദേഹങ്ങൾ, ഇതൊക്കെ എത്ര ഭീതിജനകമായ കാഴ്ചയാണ്. എന്താണ് അവിടുത്തെ നാട്ടുകാർ? അവരൊക്കെ ഇപ്പോഴും ആ ഞെട്ടിൽ നിന്ന് മുക്തരായി കാണില്ല. ഓടിക്കൂടി അവർ പരമാവധി ശ്രമിച്ചു ആരെയെങ്കിലുമൊക്കെ രക്ഷിക്കാൻ. എന്താണ് നാട്ടുകാർ പങ്കുവെക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു വികാരം? രഞ്ജിത്ത്, ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പള്ളി ഈ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വാൾപ്പാറ റൂട്ടിൽ കാണാൻ കഴിയുന്നത് 2 വാഹനങ്ങൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു റോഡാണിത്. അത് മാത്രമല്ല, ഒരു 500ഓളം അടി താഴേക്കാണ് ഈ വാഹനം നിലത്ത് പതിച്ച് ബെൻഡിൽ നിന്നും 9-ാം വളവിലേക്കാണ്. പ്രജിത്ത്, ആ സ്ഥലത്ത് ഈ അപകടം നടന്ന 9-ാം വളവിൽ പ്രജിത്തുണ്ട്. ഇന്നലെ മുതൽ തന്നെ പ്രജിത്ത് അവിടെയുണ്ട്. ആ കാഴ്ചകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ, നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത വിധമുള്ള കാഴ്ചകളാണ് അവിടെ സംഭവിച്ചത്. 13-അംഗ സംഘം, നിയന്ത്രണം വിട്ട വാഹനം കൊക്കയിലേക്ക് മറിയുന്നു. 13-ാം ഹെയർപിൻ വളവിൽ നിന്ന് മിനി വാൻ 9-ാം വളവിലേക്ക് പതിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും സന്തോഷത്തോടു കൂടി ഈ അവധിയുടെയൊക്കെ ആലസ്യമൊക്കെ എന്ന് മറക്കാനുള്ള ഒരു വിനോദയാത്രയായിരുന്നു. ഈ 13-ാം ഏതാണ്ട് 10-40 ഹെയർപിൻ വളവുകൾ കയറിയാണ് ഈ വാൽപ്പാറയിലേക്ക് എത്തേണ്ടത്. അവിടെ 13-ാം ഹെയർപിൻ വളവിൽ ആണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ പുലർച്ചെ 3 മണിക്ക് മലപ്പുറം കോളത്തൂരിൽ നിന്നാണ് ഈ 13-അംഗ സംഘം യാത്ര പുറപ്പെട്ടത്. വാഹനത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. വളവിൽ തെന്നിമാറുന്നു. സംരക്ഷണ ഭിത്തി തകർന്ന് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് നാട്ടിൽ ലഭിച്ച വിവരം. പിന്നീട് ഇപ്പോൾ 5 പേരോളം അപകടത്തിൽപ്പെട്ട 4-5 പേരോളം അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. മിനി വാൻ പൂർണ്ണമായും തകർന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്ര വലിയ ആഴത്തിലുള്ള ഒരു വീഴ്ചയായിരുന്നു. 500ഓളം അടി താഴ്ചയിലേക്കുള്ള വീഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അജിത, റംല, സുഹറ, ആശ, ഷക്കീന, മജീദ് ഇതിൽ അജിത ഇവിടുത്തെ പ്രധാന അധ്യാപികയാണ്. മറ്റ് 5 പേരും അധ്യാപകരാണ് ഇവിടുത്തെ. റുഖിയ മജീദിൻ്റെ ഭാര്യയാണ്. സാജിദ ഇവിടുത്തെ പാചക തൊഴിലാളിയാണ്. ഹിഷാം എന്ന 12 വയസ്സുകാരൻ സുഹറ എന്ന അധ്യാപികയുടെ മകൻ. അങ്ങനെ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. നമുക്കൊക്കെ വലിയ നടുക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. CV അനുമോദ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുമോദ് ഇപ്പോൾ അല്പസമയത്തിനകം, അല്ലേ, 8:30യോടുകൂടി മൃതദേഹങ്ങൾ അവിടെ എത്തിക്കും. അതിനുശേഷം സംസ്കാര ചടങ്ങുകളും മറ്റും പള്ളിയിൽ ഇതിൻ്റെ ആചാരപരമായ കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു. സംസ്കാര ചടങ്ങുകളും മറ്റും ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, പൊള്ളാച്ചിയിൽ നിന്ന് അപകട സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തിയവരാണ് നമ്മൾ കാണുന്നത്. കുട്ടി കരയുന്നത് സുഹറ ടീച്ചറുടെ കുട്ടിയാണ്. കുട്ടി ഇതെങ്ങനെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ ഇരുമ്പിക്കരയുകയാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ അവരുടെ ബന്ധുക്കളാണ്. ഈ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കളാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും. അവരൊക്കെ പൊള്ളാച്ചിയിൽ നിന്ന് ഇന്നലെ അപകട സ്ഥലത്ത് രാത്രി പോയി തിരിച്ചെത്തിയവരാണ്. ഇപ്പോൾ രാവിലെ തിരിച്ചെത്തിയവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അവർക്ക് നന്നായി അറിയാം. അത് ആർക്കും അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ആ ദുരന്തം അവർ ഉൾക്കൊണ്ടു. പക്ഷേ അത് മറ്റൊരാൾക്ക് ഇനി അത് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകും. ഇതൊക്കെ ബന്ധുക്കളാണോ? അതെ, ബന്ധുക്കളാണ്. ഇന്നലെ കൂടെ പോയവരാണ്. ഇവരറിഞ്ഞിട്ട് പൊള്ളാച്ചിയിലോട്ട് പോയവരാണ് തിരിച്ചെത്തിയേക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ അവസ്ഥയാണ്. ഷക്കീല ടീച്ചറുടെ ഗുരുതരാവസ്ഥയിലുള്ളവരുണ്ട്. ഒരു കുട്ടീനെ ഇന്നലെ തന്നെ കോട്ടക്കലുള്ള മിംസ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഷക്കീല ടീച്ചറുടെ മകള് ടീച്ചറില്ല മരിച്ചുപോയത് അറിഞ്ഞിട്ടുണ്ടോ?
സൂറത്ത് ഇല്ലല്ല. ഇവിടെ വന്നപ്പോഴാണ്, എല്ലാവരും കണ്ടപ്പോഴാണ് ആ കുട്ടി ഈ സത്യം മനസ്സിലാക്കിയത്. ആശ്വസിപ്പിക്കുന്നു, അറിയാത്ത അവസ്ഥയാണ്. ഇന്നലെ ഉമ്മയ്ക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാണ് കൊണ്ടത്. അനിയൻ പോയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഇത്രമാത്രം ഒരു ബന്ധം അനിയനുമായിട്ട്. ആകെ 2 മക്കളേ ഉള്ളവർ. എങ്കിലും നമുക്കൊന്നും വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ആ കുട്ടിയുടെ ഉമ്മയും അനിയനുമാണ്. അതെ, കുട്ടിയുടെ ഉമ്മയും അനിയനും നഷ്ടപ്പെട്ടു. അത് സുഹറ ടീച്ചറുടെ മകളാണ് ആ കരയുന്നത്. ഉമ്മയും അനിയനും നഷ്ടമായത്, ആ കുരുന്ന് ആ കുട്ടി എങ്ങനെ ഇനി ഉൾക്കൊള്ളും, എങ്ങനെ ആ വേദന അതിജീവിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അത്രമാത്രം വിഷമം നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യമാണ് രഞ്ജിത്തിയുടെ നമുക്ക് കാണാനാകുന്നത്. പഞ്ചായത്ത് മെമ്പർ കേട്ടോ, ഇതിലും ഇന്നലെ മുതൽ കാത്തിരിക്കുന്നുണ്ട്. ഇക്കാൻ്റെ പരിചയത്തിലുള്ളവരല്ലേ? ഒന്നും പറയാൻ കഴിയുന്നില്ല, വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല നമുക്കൊന്നും. കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. ഇതാണ് രഞ്ജിത്തെ അവസ്ഥ. നമുക്ക് ആളുകളോടൊന്നും ചോദിക്കുമ്പോൾ അവർക്കൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകളൊക്കെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. പരിചയമുണ്ടോ? എല്ലാവരും പരിചയമുള്ളവരല്ലേ? മയത്തില് എനിക്ക് പരിചയമുള്ള പിന്നെ ഞാൻ എന്നെ പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ഉണ്ട്, ഷക്കീല ടീച്ചർ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻ്റ് ഉണ്ട്. ആ വിവരമാണ് മൊത്തത്തിലുള്ളത്. പിന്നെ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയ ഇതാണ്. ഇങ്ങനെ ഇത് ഇനി എന്നുള്ളതാണല്ലേ? ഇനി എന്ത് എന്നുള്ളതാണ്. മൊത്തം സ്കൂളിലെ മൊത്തം അധ്യാപകർ, ഒരധ്യാപിക ഒഴിച്ച് ബാക്കി മൊത്തം പിന്നെ അധ്യാപകരും. ഇനി സ്കൂളുകൾ തുറക്കുമല്ലോ, തുറക്കുന്ന സമയത്ത് ബലൂണുകൾക്കും ഇതൊക്കെ പകരം ഇവരുടെ ഓർമ്മ ചിത്രങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല പ്രയാസം അനുഭവിക്കുന്നത്. നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എങ്ങനെ അത് എങ്ങനെയാണ് കുട്ടികൾ അതിനോട് ഇതാവുക എന്നുള്ളത് പറയാൻ കഴിയില്ല. രഞ്ജിത്ത്, നമുക്ക് അധികം ഒന്നും ഇവരോട് ചോദിക്കാനില്ല. കാരണം ഈ ഒരു ദുഃഖത്തിൽ അവർക്ക് തൊണ്ടയിടറുകയാണ്, മിഴി നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അവരെ ആ സാഹചര്യത്തിൽ വെറുതെ വിടുക, അവരോടൊന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഒരു നീതി. രഞ്ജിത്ത്, ഇതാണ് ആ പ്രദേശത്തെ സാഹചര്യം. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇത്ര എങ്ങനെ ഇവർ ഇതിനെ അതിജീവിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിനുള്ള പ്രാർത്ഥനകളിലും മറ്റുമാണ് അവരെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.